ആ ഹിരോഷിമ നഗാസാക്കി ഇന്നും അവിടെയുണ്ട്. നീതിയുടെ പേരിൽ ഒരു വിചാരണ നടക്കേണ്ടിയിരുന്നെങ്കിൽ ആദ്യം ലോകത്തിൽ മനസാക്ഷി വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലേണ്ടത് ആരെയാണ്? ട്രൂമാനിയായിരുന്നു. ചെയ്തോ? ജർമ്മനി ഹിറ്റ്ലർ പടയോട്ടം നടത്തി. ജൂതന്മാർ 65 ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേംബറിലേക്ക് അയച്ചു കൊന്നു. ദുഃഖമുണ്ട് എല്ലാവർക്കും. ഹിറ്റ്ലർ കൊന്ന ജൂതന്മാർക്ക് പലസ്തീനിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി താമസിച്ച ജനങ്ങളെ മുഴുവൻ ലോകത്തിൽ അഭയാർത്ഥികളാക്കി മാറ്റി. ഇസ്രായേലിൻ്റെ ആധിപത്യം കൊണ്ടുവച്ചത് ലോകത്തിൻ്റെ നീതിയുടെ മുന്നിൽ അത് നീതീകരിക്കാൻ സാധിക്കും. മനസാക്ഷിക്ക് മുന്നിൽ എവിടെ പോയി ആ ട്രൂമാൻ? ഇന്നെന്താണ് പലസ്തീനിൽ നടക്കുന്നത്? പലസ്തീനികൾ എന്നും ജൂതന്മാർക്ക് അഭയം കൊടുത്ത ആളുകളാണ്. അഭയം കൊടുത്തവരെ മുഴുവൻ അഭയാർത്ഥികളാക്കി മാറ്റിയ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ എവിടെയാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളത്? മിഡിൽ ഈസ്റ്റിൽ ആറ്റം ബോംബുള്ള രാജ്യം ഏതാണ്? ഇസ്രായേൽ മാത്രമാണ്. ഇന്ത്യക്കാരാണ് ആയുധം നൽകുന്നത്. പാകിസ്ഥാൻ ആരാണ് ആയുധം നൽകുന്നത്? ഇസ്രായേലാണ് ആയുധം നൽകുന്നത്. ആ ഇസ്രായേലിൻ്റെ കയ്യിൽ അണുബോംബുണ്ട്. എന്തുകൊണ്ട് അമേരിക്ക അവിടെ പോയില്ല? അമേരിക്ക ഒരു ലോക ഗൂഢാലോചനയുടെ ഭാഗവും കൂടിയാണ്. ആ പലസ്തീൻ പ്രശ്നമുണ്ടാക്കി പലസ്തീൻ്റെ ആളുകൾ അഭയാർത്ഥികളാക്കി അവനെ നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ല. കോങ്കോ അവിടുത്തെ ലുമുംബയെ തല്ലിക്കൊല്ലുക മാത്രമല്ല ചെയ്തത്, സൾഫ്യൂരിക് ആസിഡ് ഇട്ടിട്ട് ശവം കത്തിച്ചു കളഞ്ഞു, കരിച്ചു കളഞ്ഞു. ആ പ്രസിഡന്റിനെ എവിടെയാണ് വിചാരണ ചെയ്തിട്ടുള്ളത്? വിയറ്റ്നാമിൽ പോയി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന പ്രസിഡന്റിനെ ഏത് ലോകമനസാക്ഷിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഏത് നീതിയാണ് നടപ്പാക്കിയിട്ടുള്ളത്? വിയറ്റ്നാമിൽ ജനങ്ങളെ കുരുതി കൊടുത്ത അമേരിക്കയെ എത്ര രാജ്യങ്ങൾ, എത്ര രാഷ്ട്രങ്ങൾ, എത്ര സമൂഹങ്ങൾ ഈ അമേരിക്കയുടെ സാമ്രാജ്യത്തിന് നിരയായിട്ടുണ്ട്. എത്ര പ്രസിഡന്റുമാരെ കൊന്നിട്ടുണ്ട് ലോകത്തിൽ CIA ഗൂഢാലോചനയിലൂടെ. ഇനി എത്ര കൊല്ലാൻ ബാക്കിയുണ്ട് ഈ ലോകത്തിൽ? നീതി എന്ന് പറയുന്നുണ്ടെങ്കിൽ, നീതി എന്ന് പറയുന്ന വാക്കിന് അർത്ഥമുണ്ടെങ്കിൽ ആദ്യമായി വിചാരണ ചെയ്യേണ്ടത് അമേരിക്കൻ പ്രസിഡന്റുമാരെയാണ്, അമേരിക്കൻ ഗവൺമെൻറ്റിനെയാണ്. ഇരകളാക്കിയവരെ, ഇരകളെയാണ് ഇന്ന് നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ നീതിപീഠത്തിൻ്റെ മുന്നിൽ ഇരകളാക്കിയവനെ നീതിപീഠത്തിന് മുന്നിൽ വന്നിട്ടില്ല. ആ നീതി നടപ്പാക്കാനിരിക്കുന്നതേ ഉള്ളൂ. നീതി നടപ്പാക്കാനുണ്ട് ലോകത്തിൽ. അത് നടപ്പായിട്ടില്ല, ഇതുവരെ നടപ്പാവാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ അമേരിക്കയിലെ അധിനിവേശത്തിന് പിന്നിലുള്ളത് വ്യാപാരമാണ്. ആ ശക്തികളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. മോണോസാൻഡ് ഇവിടെയുണ്ട്, കാർഗിൽ ഇവിടെയുണ്ട്, ബെച്ചൽ കോർപ്പറേഷൻ ഇവിടെയുണ്ട്. നമ്മുടെ രാജ്യത്തും ഇതൊക്കെ ഉണ്ട്. എവിടെയാണ് രാജ്യത്തിൻ്റെ പരമാധികാരം? സോവറിറ്റി എവിടെ? ഇറാഖ് എന്ന് പറയുന്ന ജനതയുടെ വിധി നിർണ്ണയിക്കേണ്ടത് അമേരിക്കയിലെ ബുഷാണെങ്കിൽ ഇന്ത്യയുടെ വിധി നാളെ നിർണ്ണയിക്കേണ്ടതും അമേരിക്കയല്ലേ? മൻമോഹൻ സിംഗ് ആണോ? നാളത്തെ സദ്ദാം ഹുസൈനുകൾ ഈ രാജ്യത്തുണ്ടോ? വേറെ പല രാജ്യങ്ങളിലുണ്ടോ? നമുക്ക് ആലോചിക്കേണ്ട സമയമായി. അമേരിക്കയുടെ കടന്നുകയറ്റം അവർ പറഞ്ഞു, അവരുടെ ഫോറിൻ പോളിസി, അമേരിക്കയുടെ സെക്യൂരിറ്റി, അതിനെതിരായി നിൽക്കുന്ന ഏത് രാജ്യത്തെയും അവർ ആക്രമിക്കും. പക്ഷെ അവരുടെ സെക്യൂരിറ്റി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ രാജ്യത്തിലെ ഈ നിക്ഷേപങ്ങൾ നമ്മളതാണോ? അല്ല, അത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെയാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ചുരുളഴിയാൻ പോകുന്ന സത്യങ്ങളാണതൊക്കെ. ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇറാഖിൽ, അറബ് ലോകത്തിൽ അമേരിക്കയുടെ സാന്നിധ്യത്തിൽ, ഇറാഖിൽ മാത്രമല്ലല്ലോ, ഇറാഖിൽ ആൾ മരിച്ചു വീഴുന്നുണ്ട്. ശരിയാ. ദോഹയിൽ, ഖത്തറിൽ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളോടെയാണോ? എന്തുകൊണ്ട്? ഏറ്റവും അധികം ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഖത്തറാണ്. സൗദി അറേബ്യയിൽ അമേരിക്കയുടെ സൈനിക താവളില്ലേ? ഞാനവിടെ പോയിട്ടുണ്ട്, റിയാദ്. അവിടെ അമേരിക്കൻ നീതി മാത്രമേ സൈനിക താവളത്തിലുള്ളൂ. സൗദി അറേബ്യയിൽ ഇസ്ലാമിക നീതിശാസ്ത്രം നടപ്പാവുന്നുണ്ടെങ്കിൽ അമേരിക്കൻ മതിലിൻ്റെ ഉള്ളിൽ നടപ്പാവുന്നില്ല. അവിടെ അമേരിക്കയാണ് സുപ്രീം. അങ്ങനെ ദൈവം ഒന്ന് ചെയ്തു പോയി. ഇസ്ലാം മത വിശ്വാസികളുടെ സ്ഥലത്ത് അവർ ഓയിൽ കൊടുത്തു, അവർ വിഭവങ്ങൾ കൊടുത്തു. അവിടെയൊക്കെ അമേരിക്ക എത്തുന്നുണ്ട്. അവിടെ എത്തി അമേരിക്കക്ക് നാളെ ഇവിടെയും വരാം. അതുകൊണ്ട് ഇത് നമ്മൾ ചെറുതായിട്ട് കാണേണ്ട ഒരു പ്രശ്നമല്ല. സദ്ദാം ഹുസൈൻ എൻ്റെ വധത്തോടുകൂടി സദ്ദാം ഹുസൈൻ ഇസ്ലാമിക ലോകത്തിൻ്റെ ഷഹീദ് മാത്രമായിട്ട് കണക്കാക്കണ്ട. അന്ന് ബലിപ്പെരുന്നാൾ മാത്രമായിരുന്നില്ല. അന്ന് ഹിന്ദുക്കളുടെ ഏറ്റവും വിശ്വാസമുള്ള വൈകുണ്ഠ ഏകാദശിയായിരുന്നു. ഹിന്ദുക്കളുടെ കണ്ണുകളും തുറക്കാൻ നിങ്ങളെ വൈകുണ്ഠ ഏകാദശി ഉണ്ടെന്ന് അന്ന് ഈ മനുഷ്യൻ തൂക്കിക്കൊന്നു. സദ്ദാം ഹുസൈൻ ലോക മനസ്സാക്ഷിയുടെ രക്തസാക്ഷിയാണ്. അത്
ഇനിയും ഉണർത്തിക്കൊണ്ടിരിക്കും നമ്മളെ. അക്ഷോഭ്യനായ അദ്ദേഹം കൊലമരത്തിലേക്ക് കയറി ചെന്നു. എത്ര ആൾക്ക് സാധിക്കുന്നത്? മരണത്തിന് മുന്നിൽ അങ്ങ് നിൽക്കാൻ എത്ര ആൾക്ക് സാധിക്കും? അതും ഒരു ദൈവനിയോഗമാണ്, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ആളുകളെ മുഖം നമ്മൾ കാണണമല്ലോ. നമ്മളിൽ പലരും ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കുകയും ഒന്ന് മറുത്തു പറയാൻ സൂക്ഷിക്കുകയും അധികാരവും ആധിപത്യമുള്ളവന് ഭയപ്പെടുകയും ദൈവത്തിൻ്റെ മുന്നിൽ മാത്രം മുട്ടുമടക്കിയാൽ മതി എന്നുള്ള നീതിശാസ്ത്രം മറന്ന് ശക്തിയുള്ളവൻ്റെ മുന്നിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ജനതയുണ്ടായി. ആ ജനതയ്ക്കൊരു മറുപടി വേണം. ഈ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കിയാൽ മതി. അതാണ് സദ്ദാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വം. ബുഷിൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ട കാര്യമില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇറാഖ് കീഴടങ്ങില്ല. ഷിയാ സുന്നി യുദ്ധങ്ങളൊന്നും അവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. കുർദി ഷിയാ സുന്നി വിഭജനവും അവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. ഇറാഖിലെ ദേശീയത ഉണരും. ഇറാഖിലെ സമ്പത്ത് ഇറാഖിലെ ജനങ്ങളേതാണ്. ഇറാഖിൽ ബസ്രയിലും ബാഗ്ദാദിലും പ്രവാചകന്മാർ നടന്നിട്ടുണ്ട് മണ്ണാണെങ്കിൽ, അവരെ പാദസ്പർശമേറ്റിട്ടുണ്ടെങ്കിൽ ആ ബസ്രയും ബാഗ്ദാദും അമേരിക്കയുടെ കീഴാവില്ല. ലോകത്തിലെ മുന്നറിയിപ്പാണ് ഇറാഖ്. ബാഗ്ദാദിലെ ജനങ്ങൾ പറയുന്നു, ബസ്രയിലെ ജനങ്ങൾ പറയുന്നു, തുർക്കിത്തിലെ ജനങ്ങൾ പറയുന്നു, ഞങ്ങൾ മരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി, ഈ ഇരിക്കുന്നു നിങ്ങൾക്കും എനിക്കും വേണ്ടി, നിങ്ങളുടെയും എൻ്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ അഭിമാനത്തിന് വേണ്ടി, നമ്മുടെ പൗരാവകാശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരത്തിന് വേണ്ടി, നമ്മുടെ അഭിമാനത്തിന് വേണ്ടി, നമ്മളുടെ സമ്പത്തിന് വേണ്ടി ഞങ്ങൾ മരിച്ചു വീഴുന്നു ഇറാഖിൽ ബാഗ്ദാദിൽ. ഞങ്ങൾ മരിച്ചു വീഴുന്നു ഈ ബസ്രയുടെ മണ്ണിൽ. അതാണ് ഞങ്ങളുടെ രക്തസാക്ഷി. അതാണ് സദ്ദാം ഹുസൈൻ. നമ്മൾ ഇന്ത്യക്കാർ പഠിക്കേണ്ടത്. ഇറാഖിൽ സംഭവിച്ചത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നമ്മളാണ്. സദ്ദാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വം ഇന്ന് ലോകത്തിൻ്റെ മനസാക്ഷി കണ്ണു തുറപ്പിക്കുമ്പോൾ അതിൽ കണ്ണു തുറക്കുക മാത്രമല്ല, ആത്മപരിശോധന നടത്തി പ്രശ്നങ്ങൾ പഠിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇന്ത്യക്കാരായിട്ട് നമ്മൾക്കുണ്ട്. 2003 ഏപ്രിൽ അധിനിവേശ സേന ബാഗ്ദാദ് ചുട്ടരിക്കുമ്പോൾ കത്തിവീഴുന്ന കെട്ടിടങ്ങൾക്കും ചിതറിയോടുന്ന മനുഷ്യർക്കുമിടയിലേക്ക് സദ്ദാം ഇറങ്ങി നടന്നു. സദ്ദാം കൊല്ലപ്പെട്ടതായി സഖ്യസേന പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ പട്ടാള യൂണിഫോമിൽ ബാഗ്ദാദിലെ തെരുവിലേക്കിറങ്ങിയ സദ്ദാമിനെ തിരിച്ചറിഞ്ഞതോടെ ജനം ആവേശപൂർവ്വം ചുറ്റും കൂടി. അമേരിക്കയുടെ മുമ്പിൽ ഇറാഖികൾ തലകുനിക്കേണ്ടി വരില്ലെന്നും അധിനിവേശ സേനയെ നമ്മൾ തുരത്തുക തന്നെ ചെയ്യുമെന്നും സദ്ദാം പ്രഖ്യാപിക്കുമ്പോൾ വെടിയുണ്ടകളുടെ തീപ്പൊരി വാക്കുകളിൽ ചിതറുകയായിരുന്നു. അമേരിക്കൻ നിർമ്മിത പാവകോടതിയുടെ ജൽപ്പനങ്ങൾ പുച്ഛിച്ചു തള്ളി സദ്ദാമിന്റെ പതറാത്ത വാക്കുകൾ മാറ്റൊലി തീർക്കുമ്പോൾ ചരിത്രത്തിന്റെ ഒടുങ്ങാത്ത രാജ്യവീതികൾ വെട്ടിത്തെളിക്കാനുള്ള പ്രയാണം തുടങ്ങുകയാണെന്ന് അറിയാതെ പോയത് ജോർജ് ബുഷിന്റെ വിഡ്ഢിത്തം മാത്രം. ലോകത്തെ സമാധാന കാംക്ഷികളെ എല്ലാം വേദനിപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ക്രൂരത, വാസ്തവത്തിൽ അത് ബുഷിൻ്റെ എല്ലാ സ്വപ്നങ്ങളുടെയും പതനത്തിൻ്റെ തുടക്കമായിട്ടാണ് ഇന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പരമാധികാരവും സ്വാതന്ത്ര്യവുമുള്ള ഒരു രാജ്യത്ത് അതിക്രമിച്ച് കയറി അവിടുത്തെ ജനതയെയും അവിടുത്തെ ഭരണാധികാരിയെയും നിഷ്ഠൂരമായി പീഡിപ്പിച്ചുകൊണ്ടും ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടും അമേരിക്ക നടത്തിയിട്ടുള്ള ആ അധിനിവേശം, വാസ്തവത്തിൽ അത് പരിഷ്കൃത ലോക സമൂഹത്തിൻ്റെ എല്ലാ സങ്കല്പങ്ങളെയും കാറ്റിൽ പറത്തുകയാണ്. കൊളോണിയലിസം